മലയാള സിനിമയിൽ നിന്ന് കുറെ നാൾ മാറി നിന്നിട്ട് പിന്നെ മകൾ എന്ന സിനിമയിൽ വരുന്നു, അടുത്ത സിനിമയിലേക്ക് വന്നു. ആ മാറി നിന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ഒത്തിരി വ്യത്യാസം മലയാള ഇൻഡസ്ട്രിയിൽ കാണുന്നുണ്ട് അല്ലേ? ഒത്തിരി വ്യത്യാസങ്ങൾ സോഷ്യൽ മീഡിയയിലെ എന്തോരം സോഷ്യൽ മീഡിയ ആണ് ഇപ്പൊ അല്ലെ? നമുക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല, എവിടെ പോയാലും ക്യാമറയാണ് അല്ലെ? അതൊക്കെ എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത് മീര? ഇപ്പൊ എനിക്കൊന്ന് നല്ല രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നേക്കുന്നത്. ടെക്നോളജി മാറി, പിന്നെ ഇപ്പം സോഷ്യൽ മീഡിയ, എവിടെ പോയാലും സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു ഇത് എനിക്കങ്ങനെയൊന്നും നമ്മളെങ്ങനെ ട്രബിൾ ചെയ്യുന്ന പോലൊന്നും ആരും ചെയ്തിട്ടില്ല. എല്ലാവരും വളരെ സ്വീറ്റ് ആൻഡ് പ്രൊഫഷണൽ ആണ്. അതാണ്, പ്രൊഫഷണലിസം ഉണ്ട്. അപ്പൊ പ്രൊഫഷണൽ ആകുമ്പോൾ പ്രശ്നങ്ങൾ വരത്തില്ല. എല്ലാരും വളരട്ടെ, അവരും വളരട്ടെ, നമ്മളും വളരട്ടെ. സോ ഒരു മ്യൂച്വൽ ഒരു റിലേഷൻഷിപ്പ്, അത് വളരെ ഹെൽത്തിയാണ്, അത് നല്ലതാണ്. പിന്നെ എനിക്കൊന്ന് ഒരുപാട് പേർക്ക് അതുകൊണ്ട് ജീവനമാർഗം അല്ല, കുറച്ചുകൂടെ ഒരുപാട് പേർക്ക് ആ ഒരു ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ഗുഡ്. ഇത് തന്നെ ചോദിക്കുന്നത് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് സോഷ്യൽ മീഡിയ അല്ലേ, കുറച്ചുകൂടെ റെസ്പെക്ട്ഫുൾ ആണെന്ന് തോന്നുന്നു ആളുകള്, യുനോ, പണ്ടത്തെക്കാട്ടിലും. പിന്നെ നമുക്ക് സ്വന്തമായിട്ടുള്ള ഹാൻഡിൽ ഉണ്ട്. സോ നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാനുള്ള നമ്മുടെ ഓൺ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം എക്സ്പ്രസ് ചെയ്യണം, അല്ലെ കൺവേ ചെയ്യണം ഓഡിയൻസിനോടോ നമ്മുടെ പ്രേക്ഷകരോടോ, വട്ടവർ മെസ്സേജോ വട്ടവർ. വേറെ വ്യക്തി അതിനെ വളച്ചൊടിച്ച് നമ്മൾ പറയുന്നൊന്നും അല്ലായിരിക്കും പുറത്തു വരുന്നത്. സോ പണ്ട് അങ്ങനെയായിരുന്നു. നമ്മളിപ്പം മിക്കതും അങ്ങനെയല്ല, ഡയറക്ട്ലി നമുക്ക് പറയാനുള്ള സൗകര്യം. എന്ത് വളച്ചൊടിച്ചാലും നമുക്ക് നമ്മുടെ കാര്യം പറയാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്, കൃത്യമായിട്ട് പറയാനില്ല. മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. അതും വലിയൊരു പോയിന്റ് തന്നെയാ പറയുന്നത്. അതെ, വളരെ പ്രൊഫഷണലാ എല്ലാ കാര്യങ്ങളും. അതാണ് ഈ മറ്റു മാറ്റങ്ങൾ, സിനിമയിലും മറ്റു മാറ്റങ്ങളും. പണ്ടൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് പോയാൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സംഭവം, അത് മാറിയപ്പോ ക്യാരവാനിലേക്ക് മാറുന്നു. അപ്പൊ ആ ഒരു സംഭവം അല്ലേ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നു. നമുക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് അവിടെ ഇരുന്ന് സംസാരിച്ച് പോകുന്ന ഒരു സംഭവം. ഇപ്പൊ അത് മാറി ഫോട്ടോസിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ ആളുകൾ, അങ്ങനെയൊക്കെ ഒരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. എന്ത് രസമായിരുന്നു ആ കാലഘട്ടം. അതൊക്കെ ഓർത്തെടുക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും മീര? അച്ഛൻ്റെ അമ്മയൊക്കെ ചെയ്തത് അങ്ങനെയല്ലേ? സൂത്രധാരം ചെയ്യുമ്പോ കാലൊക്കെ കുപ്പിച്ചിൽ കൊണ്ട് മുറിഞ്ഞ് അയ്യോ എന്റെ കാല് ബ്ലീഡിങ് എന്നൊക്കെ പറഞ്ഞ് കരയുന്നു. അപ്പൊ നമുക്ക് ക്യാരവണവും ഇല്ല, ഒന്നുമില്ല. നമ്മളവിടെ എങ്ങാനും വെയിലത്തെങ്ങാനും ഇരുന്നതൊക്കെ എടുത്ത്. ബട്ട് കാലം മാറി പതിയെ. അന്ന് നല്ല രസമായിരുന്നു. എല്ലാവരും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അത് ഭയങ്കര രസമുള്ളൊരു സമയമായിരുന്നു. അതാണ് ഏറ്റവും രസമുള്ളത്. പിന്നെ ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പക്ഷെ ഡിഫറൻസ് ടോയ്ലറ്റ്സ് ഇല്ലായിരുന്നു. അത് ഭയങ്കര ഒരു എന്താ പറയാ, ഇപ്പൊ അത് വേണം നമുക്കൊരു സ്ത്രീകളാണെങ്കിലും. ഡ്രസ്സ് മാറണം, അങ്ങനത്തെ കാര്യം വരുമ്പോഴത്തേക്കും ക്യാരവൻ വേണം, ടോയ്ലറ്റ് യൂസ് ചെയ്യണം. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺസ് ഒക്കെ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഫോട്ടോസ് ഏത് മൊബൈൽ, നമ്മൾ എവിടെ നിന്നാലും മൊബൈൽ ഓൺ ചെയ്താൽ എവിടെ നിന്നും സൂം ചെയ്തെടുക്കാവുന്ന മൊബൈലുകളാണ്. ശരിക്കും അന്നൊക്കെ മൊബൈലല്ല, പേജർ ആയിരുന്നു. സമയങ്ങളുണ്ടല്ലോ. പക്ഷെ അപ്പൊ ഒന്നും ഈ പറഞ്ഞവര് ഇപ്പോഴല്ലേ ഈ മൊബൈലും ഇതൊക്കെ വെച്ചിട്ട് വെറുതെ നിന്നാ പോലും ഇങ്ങനെ എടുക്കും. സേഫ് അല്ല. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.